റഹീം എന്ന് പറഞ്ഞവനൊക്കെ ഏറ്റവും തരം താഴ്ന്ന കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും തറ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ്. അയാൾ മറ്റേ മെട്രോ കൊണ്ടുവന്നു, അയാൾ കണ്ണൂർ എയർപോർട്ട് കൊണ്ടുവന്നു, ഇതുപോലെ എന്തൊക്കെ അയാൾ കൊണ്ടുവന്നു 5 വർഷക്കാലത്തിനുണ്ട്. 8 വർഷമായിട്ട് എന്ത് കൊണ്ടുവരാൻ പറ്റി പിണറായി വിജയന് കേരളത്തിൻ്റെ വ്യവസായ മേഖലയിൽ? തരൂരെന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ടല്ലോ, ഞാനത് വർഷങ്ങളായി പറയുന്നത്. അയാൾ ഏറ്റവും വലിയൊരു ഇരട്ടത്താപ്പുകാരൻ. പിണറായി വിജയൻ കോൺഗ്രസിനകത്ത് നിലനിർത്തിയിരിക്കുന്ന ഒരു തൊരപ്പൻ എലിയാണ് ശശി തരൂർ എന്നാണ്. എന്നിട്ടിതും തോന്നിയാസം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ആർജവമുള്ള പാർട്ടിയാണെങ്കിൽ ഈ ഇംഗ്ലീഷിൽ പറഞ്ഞ ബൂട്ട് ഔട്ട് ചെയ്യും. പണക്കാരന് വേണ്ടിയിട്ടല്ല നിൽക്കുക, അംബാനിക്ക് വേണ്ടി നിൽക്കുക, അദാനിക്ക് വേണ്ടി നിൽക്കുക, യൂസുഫലിക്ക് വേണ്ടി നിൽക്കുക. ഏറ്റവും വലിയ സ്ത്രീ പീഡകൻ, സ്വന്തം ഭാര്യയെപ്പോലും കൊന്ന കേസിൽ പ്രതി പിണറായി വിജയൻ ഈ അധികാരത്തിൽ നിന്ന് പോകാൻ വേണ്ടി തലേ കൈവച്ച ആളുകൾ കാത്തിരിക്കും. ഒരുത്തൻ എഴുതുമ്പോൾ അത് കോൺഗ്രസ്സുകാരുടെ നട്ടലില്ലാത്തതുകൊണ്ട് അയാൾ അവിടെ ഇരിക്കുന്നു. CPM ഇതുപോലെ ഒരുത്തൻ എഴുതിയിരുന്നെങ്കിൽ അവനവൻ്റെ വീട്ടിൽ പോയി കുത്തിയിരുന്നു. 2025 നഗരസഭ, തദ്ദേശ സ്വയംഭരണ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പായിരുന്നു. 2026 നിയമസഭ തെരഞ്ഞെടുപ്പായിരുന്നു. ഈ 2 തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ കോൺഗ്രസിൽ വലിയൊരു പൊട്ടിത്തെറിയാണ് തിരുവനന്തപുരം MP ശശി തരൂർ ഒരു പടക്കം പൊട്ടിച്ചിരിക്കുകയാണ്. അത് തരൂരിന് കോൺഗ്രസിൽ വിട്ട് CPM-ലോട്ടാണോ BJP-യിലോട്ടാണോ? ലോക്സഭ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞു തരൂർ BJP-യിൽ പോവും, MP സ്ഥാനം BJP പോകുന്നു. പക്ഷേ ഇപ്പോൾ CPM പിണറായി വിജയനെ പ്രശംസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് തന്നെ ഒരു ലേഖനം പുറത്തിറക്കിയാണ്. ഇതിനെപ്പറ്റി സംസാരിക്കാൻ KM ഷാജഹാൻ സാറുണ്ട്. സാറേ, തരൂർ എന്നൊരു വലിയൊരു മുതിർന്ന നേതാവ്, ജനങ്ങളുടെ മനസ്സിൽ ഒരു ഹീറോ ആയിരുന്നു എന്ന് പറയാം. തന്നെ തിരുവനന്തപുരത്ത് അടുപ്പിച്ച് MP സ്ഥാനം ജയിക്കുന്നുണ്ട്. തരൂർ എന്ത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനൊരു പിണറായി സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് ഒരു ലേഖനം പുറത്തിറക്കുന്നത്? തരൂർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ടല്ലോ, ഞാനത് വർഷങ്ങളായി പറയുന്നതാണ്. അയാൾ ഏറ്റവും വലിയൊരു ഇരട്ടത്താപ്പുകാരനും ഏറ്റവും വലിയൊരു അവസരവാദിയും ഏറ്റവും വലിയൊരു പണക്കാരൻ്റെ കാല് നിൽക്കുന്ന ഒരു നേതാവും ജനങ്ങളോടോ അല്ലെങ്കിൽ പാവപ്പെട്ടവനോടോ ഒരാഭിമുഖ്യവും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് അയാൾ. അയാൾക്ക് കുറച്ച് നല്ല രീതിയിൽ ഇംഗ്ലീഷ് പറയാനറിയാം. അയാൾ വിശ്വപൗരനൊന്നും പറയാൻ ആളല്ല. പിന്നെ കേരളത്തിൽ അയാളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അയാൾ എല്ലാ കാലവും പിണറായി വിജയൻ്റെ ഒരു കയ്യാളാണ് എന്ന് വർഷങ്ങൾ മുമ്പ് പോലെ ഞാൻ പറഞ്ഞത്. പിണറായി വിജയൻ്റെ ഒരു സ്റ്റൂജാണ് അയാൾ. പിണറായി വിജയൻ കോൺഗ്രസിനകത്ത് നിലനിർത്തിയിരിക്കുന്ന ഒരു തൊരപ്പൻ എലിയാണ് ശശി തരൂർ എന്നാണ് എൻ്റെ അഭിപ്രായം. അത് വളരെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. 8 വർഷക്കാലമായി പിണറായി വിജയൻ ഇവിടെ ഭരണം നടത്തുന്നു. പിണറായി വിജയൻ്റെ ഒരു തെറ്റായിട്ടുള്ള ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും ഒരു വാക്ക് പോലും ഒരിക്കലും പറയാത്ത ഒരു നേതാവാണ് ഇയാൾ. എത്ര ജനവിരുദ്ധത അയാൾ കൊണ്ടുവന്നിരിക്കുന്നു. അഴിമതി മുങ്ങിക്കുളിച്ച് നിൽക്കുന്നു, മനുഷ്യാവകാശ പ്രശ്നങ്ങൾ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ, ഭൂമി കയ്യേറ്റങ്ങൾ, എന്തൊക്കെ ഇവിടെ കഴിഞ്ഞ 8 വർഷക്കാലമായി നടത്തിയിരിക്കുന്നു. ആ സമയത്തൊന്നും ഒരിക്കലും CPM-നെതിരെ ഒരു വാക്ക് സംസാരിക്കാത്ത പിണറായി വിജയൻ്റെ ഒരു കയ്യാളായിട്ടുള്ള ആളാണ് ശശി തരൂർ. ശശി തരൂർ ഇപ്പോൾ 3 പ്രാവശ്യം ഇവിടെ നിന്ന് ജയിച്ചു. അയാൾ എന്താ ചെയ്യുന്നത് ഇവിടെ? അയാൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ മണ്ഡലത്തിന് വേണ്ടി? അയാൾ ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കൊപ്പം അയാൾ നിന്നിട്ടുണ്ട്? ഒന്നുമില്ല. പണക്കാരന് വേണ്ടിയിട്ടല്ല നിൽക്കുക, അംബാനിക്ക് വേണ്ടി നിൽക്കുക, അദാനിക്ക് വേണ്ടി നിൽക്കുക, യൂസുഫലിക്ക് വേണ്ടി നിൽക്കുക. അതുകൊണ്ട് പണക്കാരൻ്റെ ഒരു കയ്യാളാണ് അയാൾ. സ്വാഭാവികമായും പണക്കാരൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പിണറായി വിജയൻ്റെയും ഒരു കയ്യാളാണ് അയാൾ. അയാൾക്കൊരിക്കലും സാധാരണ ജനങ്ങളോട് ഒരു താല്പര്യവുമില്ല. അയാളുടെ അവസരവാദ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം. അയാളിപ്പോൾ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. പക്ഷേ കോൺഗ്രസ്സിൽ പരിഗണനയൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് അയാൾക്ക് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകണം. അത് BJP-യിലേക്ക് പോകാനും അയാൾക്ക് യാതൊരു മടിയുണ്ടാവില്ല. CPM-ലേക്ക് പോകാനും അയാൾക്ക് യാതൊരു മടിയുണ്ടാവില്ല. അയാളുടെ ചില പ്രത്യേക താല്പര്യങ്ങളുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ എല്ലാവർക്കും അറിയാം അയാൾക്ക് എവിടെയാണ് അയാളുടെ താല്പര്യം കിടക്കുന്നത്, ഏത് വിഷയത്തിലാണ് അയാളുടെ താല്പര്യം കിടക്കുന്നതെന്നുള്ളത് നമുക്കെല്ലാവർക്കും നല്ല പോലെ അറിയാം. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു രാഷ്ട്രീയവുമില്ല, ഒരു പ്രത്യയശാസ്ത്രവുമില്ല, ഒരു നിലപാടുമില്ല. അയാൾക്ക് അയാളുടെ അവനവനിസം നയിക്കുന്ന ഒരു സാധാരണ ഒരു ബിലോ ആവറേജ് മനുഷ്യനാണ് ഈ ശശി തരൂർ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് അയാൾ BJP പോയാലും CPM-ൽ പോയാലും എനിക്ക് യാതൊരു അത്ഭുതവും ഒരിക്കലും അതിനകത്ത് തോന്നില്ല. നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് DFI ഒരു കോൺഗ്രസ് നേതാവിനൊരു കോൺഗ്രസ് MP-യെ ഒരു പരിപാടി ക്ഷണിക്കുന്നത്. കാരണം ഈ 2 ദിവസം മുമ്പാണ് റഹീം ശശി തരൂരിൻ്റെ ഓഫീസിൽ ചെന്ന് DFIയുടെ സമ്മേളനം മാർച്ചിൽ തിരുവനന്തപുരത്ത് പരിപാടി ക്ഷണിക്കുന്നത്. ആ ക്ഷണം പോലും ശശി തരൂർ സ്വീകരിക്കുക. എന്നിട്ട് പറഞ്ഞാൽ മറ്റ് പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ വരില്ല. അങ്ങനെ കോൺഗ്രസിനെ ധിക്കരിച്ചാണ് ശശി തരൂരിൻ്റെ പോക്ക്. ഇപ്പം ഇത് 2 കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ ഇയാളെ ഇവനെക്കുറിച്ചുള്ള റഹീം
റഹീം എന്ന് പറഞ്ഞവനൊക്കെ ഏറ്റവും തരം താന്ന കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും തറ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവല്ലേ. അയാൾ 2 തെരഞ്ഞെടുപ്പിന് മുമ്പ് ശശി തരൂരിനെ കുറിച്ച് എന്താ പറഞ്ഞിരുന്നത്? ശശി തരൂരിനെ കുറിച്ച് 2 തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ് സ്വന്തം ഭാര്യയെ കഴുത്തിയിരിച്ച് കൊന്നവനാണെന്നാണ് പിന്നെ CPM-കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തിയപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും വലിയ സ്ത്രീ പീഡകൻ, സ്വന്തം ഭാര്യയെപ്പോലും കൊന്ന കേസിൽ പ്രതി എന്നൊക്കെയല്ലേ ശശി തരൂരിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവനെപ്പോലുള്ളവനൊക്കെ ഈ ശശി തരൂരിനെ പോയി വിളിക്കുന്നൊക്കെ പറയുന്നതിനകത്ത് അതൊരു കാര്യമില്ല, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ പറയാറുണ്ട് എൻ്റെ വ്യക്തിഗത അഭിപ്രായം. ശശി തരൂരിനൊന്നും ഒരു വ്യക്തിഗത അഭിപ്രായം പറയാൻ പറ്റില്ല. ശശി തരൂർ വ്യക്തിയേ അല്ല. ശശി തരൂർ കോൺഗ്രസിൻ്റെ എംപിയും കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറുമാണ് ശശി തരൂർ. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയാൻ മാത്രമേ ശശി തരൂരിന് അവകാശമുള്ളൂ. ശശി തരൂർ സ്വന്തമായ അഭിപ്രായം പറയണമെങ്കിൽ കോൺഗ്രസിൻ്റെ ഈ സ്ഥാനം മുഴുവൻ വിട്ടേച്ച് ശശി തരൂർ അഭിപ്രായം പറയണം. കോൺഗ്രസിൻ്റെ പേരിൽ പിന്നെ MP ആവുക, കോൺഗ്രസിൻ്റെ പേരിൽ സഹമന്ത്രിയാകുക, കോൺഗ്രസിൻ്റെ പേരിൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാവുക, എന്നിട്ടിരുന്ന് തോന്നിയാസം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ആർജവമുള്ള പാർട്ടിയാണെങ്കിൽ ഈ ഇംഗ്ലീഷിൽ പറഞ്ഞ ബൂട്ട് ഔട്ട് ചെയ്യും ശശി തരൂരിനെ. പക്ഷേ എത്രത്തോളം ആർജവമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് നമുക്കറിയാമല്ലോ. ഇപ്പോൾ CPM-നകത്തിരുന്ന് അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഇരുന്നുകൊണ്ട് ഇതുപോലെ കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് ലേഖനം എഴുതി കഴിഞ്ഞാൽ അത് എത്ര ജീർണിച്ച പാർട്ടിയാണെന്ന് ബോടാവൂ എന്ന് പറയും, വീട്ടിക്കൊണ്ടിരുത്തും. പക്ഷേ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഈ പറഞ്ഞ പോലെ ചീഞ്ഞളിഞ്ഞൊരു പാർട്ടി ആയതുകൊണ്ട് അതിനകത്ത് ഈ ശശി തരൂരിനെ പോലെ അതിനേക്കാൾ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന മെറ്റീരിയലുകൾ അതിനകത്ത് ഇങ്ങനെ ത്രൈവ് ചെയ്യും എന്നുള്ളതല്ലാതെ നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ശശി തരൂർ എന്താ ചെയ്തത്? CPM-ൻ്റെ വ്യവസായ നയത്തെ അനുകൂലിച്ച് ലേഖനം എഴുതുകയാണ് അയാൾ. എനിക്ക് ശശി തരൂരിനോട് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ 8 വർഷമായി CPM ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ വ്യവസായ മേഖലയിൽ എന്ത് കൊണ്ടുവന്നു CPM? ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി ആയിരുന്നപ്പോൾ വിഴിഞ്ഞെന്ന് പറയാൻ പറഞ്ഞു, അയാൾ മറ്റേ മെട്രോ കൊണ്ടുവന്നു, അയാൾ കണ്ണൂർ എയർപോർട്ട് കൊണ്ടുവന്നു, ഇതുപോലെ എന്തൊക്കെ അയാൾ കൊണ്ടുവന്നു 5 വർഷക്കാലത്തിനുണ്ട്. ഈ 8 വർഷമായിട്ട് എന്ത് കൊണ്ടുവരാൻ പറ്റി പിണറായി വിജയന് കേരളത്തിൻ്റെ വ്യവസായ മേഖലയിൽ? കുറേ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രചരണം നടത്താവുന്നല്ലാതെ 4 ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അംഗീകരിക്കുന്ന ഒരു പുല്ലുവായൊക്കെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ഇവിടുത്തെ വ്യവസായ മേഖല. ആ വ്യവസായ മേഖല എന്തോ ലോകോത്തരമാണെന്നും പറഞ്ഞിട്ട് പിന്നെ ഒരുത്തൻ എഴുതുമ്പോൾ അത് കോൺഗ്രസ്സുകാരൻ്റെ നട്ടലില്ലാത്തതുകൊണ്ട് അയാൾ അവിടെ ഇരിക്കുന്നു. CPM-ൽ ഇതുപോലെ ഒരുത്തൻ എഴുതിയിരുന്നെങ്കിൽ അവനവൻ്റെ വീട്ടിൽ പോയി കുത്തിയിരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും CPM-ന് അനുകൂലമായിട്ട് അയാൾ എഴുതും. അയാൾ എനിക്ക് തോന്നുന്നു CPM-ലേക്ക് പോകാൻ തന്നെയാണ് അയാളുടെ ശ്രമം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2026 ഇലക്ഷൻ വരെയാണ് ഈ കോൺഗ്രസിലെ പ്രതിപക്ഷം ഒരു സ്ട്രോങ് അല്ല. കാരണം രമേശ് ചെന്നിത്തല മറ്റൊരു വഴിക്ക് പോകുന്ന വാർത്താ സമ്മേളനം നടത്തുന്നു. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് VD സതീശൻ വാർത്താ സമ്മേളനം നടത്തുന്നു. ഇപ്പോൾ ശശി തരൂരിനൊരു പൊട്ടിത്തെറി ഉണ്ടാവുന്നു. മുസ്ലിം ലീഗിന് അറിയില്ല, അവർക്ക് എന്താ ചെയ്യുന്ന അറിയില്ല. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ 2026 വീണ്ടും ഒരു തുടർ ഭരണമാണോ? ഇല്ല, അതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. കോൺഗ്രസിനകത്ത് എന്നാണ് തമ്മിലടിയില്ലാത്തത്? തമ്മിലടി എന്നാണ് തലകീറായിരുന്നത്? ഇത്രത്തോളം തമ്മിലടി ഉണ്ടായിട്ടുണ്ടോ? ഇതിനേക്കാൾ അപ്പുറത്തല്ലേ തമ്മിലടി ഉണ്ടായിട്ടുള്ളത്. ഇലക്ഷന് രണ്ടാഴ്ച മുമ്പ് വരെ സ്ഥാനാർത്ഥിയെ മാറ്റിയ എത്രയോ അനുഭവങ്ങളുണ്ടായിരിക്കുന്നു. ഇനി ഈ കോൺഗ്രസിൻ്റെ അനുഭവം പറയുന്നത് നമ്മൾ CPM-ലേക്ക് നോക്കി. 2001-2006 കാലഘട്ടത്തിൽ ഞാൻ BS-ൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ആ 5 വർഷക്കാലവും പിണറായി വിജയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്തായിരുന്നു? UDF-നെ എതിർക്കലല്ലായിരുന്നു, അച്യുതാനന്ദനെ എതിർക്കുക എന്നുള്ളതായിരുന്നു. അച്യുതാനന്ദനെ അടിച്ചിരുത്തുക എന്നുള്ളതായിരുന്നു പിണറായി വിജയൻ്റെ 2001 മുതൽ 2006 വരെയുള്ള പണി. 2006 മെയ്യിലായിരുന്നു തെരഞ്ഞെടുപ്പ്. 2006 മാർച്ചിൽ എന്താ സംഭവിച്ചത്? 2006 മെയ്യിൽ തെരഞ്ഞെടുപ്പ്, 2006 മാർച്ച് ആയപ്പോഴത്തേക്ക് അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ചു. അതിനു മുമ്പുള്ള 5 വർഷക്കാലം ജനങ്ങളുടെ എല്ലാ ജനകീയ പ്രശ്നങ്ങളുടെയും മുന്നിൽ നിന്ന് VS അച്യുതാനന്ദന് 2006 മെയ്യിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 2006 മാർച്ചിൽ സീറ്റ് നിഷേധിച്ചു. ഉണ്ടായ പൊട്ടിത്തെറി എന്തായിരുന്നു? അതിഭീകരമായിട്ടുള്ള പൊട്ടിത്തെറിയില്ലായിരുന്നു. ആ പൊട്ടിത്തെറിയായിട്ട് നോക്കുമ്പോഴത്തേക്ക് കോൺഗ്രസിനകത്ത് എന്താ സംഭവിച്ചിട്ടുള്ളത്? ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഇനി 1 വർഷമില്ല ഇലക്ഷൻ വരാൻ. ആ 1 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ പോരെ. അതുകൊണ്ട് അതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ പിണറായി വിജയൻ ഈ അധികാരത്തിൽ നിന്ന് പോകാൻ വേണ്ടി തലേ കൈ വെച്ച ആളുകൾ കാത്തിരിക്കുകയാണ്. ഏത് കുറ്റിച്ചൂലിനെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാലും ഈ പിണറായി വിജയനെ ചവിട്ടി പുറത്താക്കും കേരളത്തിലെ ജനങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. UDF-ൻ്റെ ഗുണം കൊണ്ടൊന്നും ആയിരിക്കില്ല. പിണറായി വിജയനോടുള്ള കലിപ്പും ദേഷ്യവും പകയും തീർക്കാൻ ഇതുപോലുള്ള UDF-കാരൻ കൊള്ളരാത്തവന്മാരാണെങ്കിലും അവന്മാരെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് സാധ്യത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.